إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال أيضا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلوا أو تعرضوا فإن الله كان بما تعملون خبيرا الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അവൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകി അവന്റെ താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുത്ത് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നോട് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ സജ്ജനങ്ങളായ മുത്തഖീകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട്, മുഅ്മിനീങ്ങളോട് അവരുടെ അടിസ്ഥാന സ്വഭാവമായി മാറണമെന്ന് കൽപ്പിച്ച, അവരുടെ ജീവിത മൂല്യമായി മാറണമെന്ന് പടച്ചവൻ താൽപര്യപ്പെട്ട, അർത്ഥത്തിൽ വിശ്വാസികളുടെ മുഖമുദ്രയായി മാറണമെന്ന് വിശുദ്ധ ഖുർആൻ അനുശാസിച്ച ഒരു മൂല്യമാണ് നീതിബോധം എന്നുള്ളത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്, അനീതിക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ സമരം ചെയ്യുക, അതിനെ അംഗീകരിക്കാതിരിക്കുക, അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വസിച്ച ജനങ്ങളെ, വിശ്വാസി ജനങ്ങളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് സൂറത്തു നിസായിൽ 135-ാമത്തെ വചനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഓ വിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക. പലപ്പോഴും ഖവ്വാമീന ബിൽ ഖിസ്ത് എന്നതിന് നമ്മൾ അർത്ഥം വെക്കാറ് അങ്ങനെയാണ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക എന്നത്.
യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയാൻ അറബിയിൽ ഖായിമീന ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞാൽ മതി. കൂനു ഖായിമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക. എന്നാൽ അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം അങ്ങനെയല്ല. ഖവ്വാമീന ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആ നീതിക്ക് കോട്ടം തട്ടാതെ, അതിന് പരിക്കുകൾ ഏൽക്കാതെ, അത് ലംഘിക്കപ്പെടാതെ അതിനെ സംരക്ഷിക്കുന്നവരായിട്ട് നിങ്ങൾ മാറുക, അതിനെ നിലനിർത്തുന്നവരായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ഖവ്വാമീന ബിൽ ഖിസ്ത് എന്നതിന്റെ അർത്ഥം. അറബിയിൽ ഖവ്വാമു ബിശൈ എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു കാര്യം നിലനിർത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ നീതിക്ക് വേണ്ടി നിരന്തരമായി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും അതിനുവേണ്ടി അതിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടവരാണ് നിങ്ങൾ എന്ന് അള്ളാഹു പറയാണ്. വലൗ അലാ അൻഫുസികും ശുഹദാ ലില്ലാ, നിങ്ങൾ അങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, ആരുടെയും അവകാശങ്ങൾക്കും വേണ്ടിയല്ല. ശുഹദാ ലില്ലാ, നിങ്ങൾക്ക് അതിന്റെ പ്രേരകമായിട്ട് മാറേണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളായിട്ട് മാറണം എന്നതായിരിക്കണം. അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം നിങ്ങൾ അങ്ങനെ നിലകൊള്ളുന്നത്. അതല്ലാതെ മറ്റൊരു പ്രയോജനവും മറ്റൊരു ബെനഫിറ്റും മറ്റൊരു അർത്ഥത്തിലുള്ള ആഗ്രഹങ്ങളും അതിന് പിന്നിൽ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ശുഹദാ ലില്ലാ, അത് നിങ്ങളുടെ ഷഹാദത്തിന്റെ സാക്ഷ്യമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ഷഹാദത്ത് നമ്മളിൽ പ്രകടമാകേണ്ടതുണ്ട്. ഷഹാദത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ എണ്ണാറുള്ളത്. നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും പോലെ പല കർമ്മങ്ങളുടെ കൂട്ടത്തിൽ, നിർബന്ധിത കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് നമ്മൾ ഷഹാദത്ത് എണ്ണാറുള്ളത്. ആ അർത്ഥത്തിൽ ഷഹാദത്ത് നമ്മുടെ കർമ്മ പദങ്ങളിലേക്ക്, നമ്മുടെ കർമ്മങ്ങളിലൂടെ ഷഹാദത്ത് ജീവിക്കേണ്ടതായിട്ടുണ്ട്, അത് പ്രകടമാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഷഹാദത്ത് പ്രകടമാകേണ്ട ഒരു മേഖലയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ നീതിക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകളുടെ മേഖല. നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ ഷഹാദത്തിന്റെ ഒരു പ്രയോഗവൽക്കരണമാണ്, അതിന്റെ ഒരു പ്രായോഗികവൽക്കരണമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ഷഹാദത്തിന്റെ തെളിവാണ്, ഷഹാദത്തിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നീതിക്ക് വേണ്ടി പടച്ചവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുക, അതിന്റെ സംരക്ഷകരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാ. ഒരുപക്ഷെ അങ്ങനെ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സന്തുലിതത്വത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ അതിന് ഒരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, വലൗ അലാ അൻഫുസികും, അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് എതിരായെന്ന് വരാം, നിങ്ങളുടെ ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും എതിരായിരിക്കാം ആ അർത്ഥത്തിലുള്ള നിലപാടുകൾ എന്നുള്ളത്. ആ രൂപത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തന്നെ നിങ്ങൾ തടയിടലായിട്ട് മാറിയേക്കാം. അതിന്റെ പേരിൽ സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കാം. അതിന്റെ പേരിൽ സാമൂഹിക സുരക്ഷിതത്വം ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. അതിന്റെ പേരിൽ പല വിധത്തിലുള്ള ഭീഷണികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. വലൗ അലാ അൻഫുസികും, അവിടെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് പരിഗണന നൽകുകയല്ല വേണ്ടത്. അവിടെ നീതി ഏതാണെന്ന് നോക്കി ആ നീതിയുടെ കൂടെ നിങ്ങൾ നിലയുറപ്പിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നീതിയുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ധാർമ്മികതയുടെ കൂടെ നിലയുറപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആർത്ഥത്തിലുള്ള നിലപാടുകൾ അധാർമികതകൾക്കെതിരെ എടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും അന്തർദേശീയ തലങ്ങളിലുള്ള അനീതികളെ സംബന്ധിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായി നമ്മൾ ഇടപെടുന്ന സകല മേഖലകളിലും നീതി പുലർത്തുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന സകല മേഖലകളോടും നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ? അവിടങ്ങളിലൊക്കെയുള്ള അനീതിക്കെതിരെ നിലപാടെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതാണ് വലൗ അലാ അൻഫുസികും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഒരുപക്ഷെ കുറച്ച് ഫണ്ടുകൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ, അധികമായി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ചില പ്രൊജക്ട് ചിലപ്പോൾ എനിക്ക് ലഭിച്ചേക്കാം. എന്നാലും അവിടെ അത് നീതിയല്ല, അത് അനീതിയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഖവ്വാമീന ബിൽ ഖിസ്ത് ആയിട്ട് നമ്മൾ മാറുക. ചെറിയൊരു ഒപ്പിടുമ്പോൾ വളരെ വില കുറഞ്ഞ ആ അർത്ഥത്തിൽ ആളുകൾക്ക് വലിയ ഉപകാരത്തെക്കാൾ ഉപദ്രവം ഉണ്ടാക്കുന്ന മരുന്നുകളും ആ അർത്ഥത്തിൽ ഉപകരണങ്ങളും ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പാസ്സായേക്കാം. അതിലൂടെ എനിക്ക് വലിയ ബോണസുകൾ ലഭിച്ചേക്കാം. അത് വലിയ അധാർമികതയാണ്, അത് ധാർമ്മിക വിരുദ്ധമാണ്, അത് അനീതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ, ആ നഷ്ടം സഹിക്കാൻ തയ്യാറാകുമ്പോൾ കൂടിയാണ് ഒരാൾ ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിട്ട് മാറുക. ആ അർത്ഥത്തിൽ നമ്മുടെ സൂക്ഷ്മമായ മേഖല മുതൽ, നമ്മൾ ഇടപെടുന്ന സാമൂഹിക മേഖല മുതൽ സകല മേഖലകളിലും നമ്മൾക്ക് നീതിപൂർവം ഇടപെടാൻ കഴിയണം. ധാർമ്മികതയുടെ കൂടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവിൽ വാലിദൈൻ, നിങ്ങൾക്കെതിരാണെങ്കിൽ മാത്രമല്ല, അവിൽ വാലിദൈൻ, നീതിയുടെ കൂടെ നീതിയുടെ പക്ഷം സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിട്ട് നിലപാടെടുക്കേണ്ടി വന്നാലും നിങ്ങൾ അവിടെ മാതാപിതാക്കൾക്കെതിരായിട്ട് തന്നെ നിലപാടെടുക്കുക. വവിൽ വാലി, നമുക്കറിയാം മാതാപിതാക്കളോടുള്ള നിലപാടിനെ സംബന്ധിച്ച്,
മാതാപിതാക്കൾക്ക് നൽകേണ്ട പരിഗണനയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള കടമകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും കടമപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മാതാപിതാക്കൾ എന്നുള്ളത്. ആ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അവരെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ ലോകത്ത് അള്ളാഹുവിനോടും റസൂലിനും ശേഷം നാം ഏറ്റവും ആദരിക്കേണ്ടത്, നാം ഏറ്റവും അനുസരിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്, ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യ പരിഗണന നമ്മൾ നൽകേണ്ട ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ. എന്നാൽ ആ മാതാപിതാക്കളുടെ പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ അത് അനീതിയുടെ പക്ഷമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. അവിൽ വാലിദൈൻ, അത് നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും അവരുടെ കൂടെ അല്ല നിങ്ങൾ നിലയുറപ്പിക്കേണ്ടത്. നിങ്ങൾ നീതിയുടെ പക്ഷത്തേക്ക് നിലകൊള്ളുക, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുക. അവിൽ വാലിദൈൻ വൽ അഖറബീൻ. ഒരുപക്ഷെ തന്റെ പിതാവ്, സ്വന്തം പിതാവ് മാതാവിനോട് അനീതി ചെയ്യുമ്പോൾ, മാതാവിനോട് നീതികേട് കാണിക്കുമ്പോൾ അവിടെ പിതാവിന്റെ കൈപിടിക്കാൻ നമുക്ക് പിതാവിനോടുള്ള ആദരവ് ഒരു തടസ്സമായിട്ട് മാറരുത് എന്നതാണ് അതിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വന്തം മാതാവ് ഭാര്യയോട് അനീതികേട് കാണിക്കുമ്പോൾ, ആ അർത്ഥത്തിലുള്ള അധാർമികത കാണിക്കുമ്പോൾ ഭാര്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ മാതാവിനെ നല്ല രൂപത്തിൽ മാതാവിന് നന്മ ചെയ്യാൻ, ആ മാതാവിന്റെ പക്ഷം ചേർന്ന് നിൽക്കാതിരിക്കാൻ ഈമാൻ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഖവ്വാമീന ബിൽ ഖിസ്തായിട്ട് ഒരാൾ മാറേണ്ടതുണ്ട്. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ നിലപാടെടുത്തു കഴിഞ്ഞാൽ എന്റെ ആണത്തം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഒരാൾ ഭയക്കുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞ ആ അതിലിന്റെ കൂടെ ആദിലാകാൻ ആൾക്ക് സാധ്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ വാദിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഭർത്താവിന്റെ ഭാഗത്താണ് നീതി എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഭർത്താവിന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ എന്റെ സ്ത്രീത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു സ്ത്രീ ഭയക്കുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞ ഖവ്വാമീന ബിൽ ഖിസ്താകാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ താല്പര്യങ്ങളല്ല നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത്. അവിൽ വാലിദൈന വൽ അഖറബീൻ. അള്ളാഹു പറയാണ്, ഒരു പക്ഷേ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ എതിർപക്ഷത്താവുക നിങ്ങളുടെ ബന്ധുമിത്രാദികളായിരിക്കും. നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരിൽ ചില നിലപാടുകൾ എടുക്കേണ്ടി നിങ്ങൾക്ക് വരും. ഈയക്കുൻ ഗനിയൻ, ഒരു പക്ഷേ അവർ സമ്പന്നരായിരിക്കാം. നമുക്കറിയാം, സമ്പന്നരായ ആളുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് വേറെ പ്രയാസമായിരിക്കും. കാരണം അയാളുടെ ചിലവിലായിരിക്കും ഞാൻ ചിലപ്പോൾ ജീവിക്കുന്നത്, അതല്ലെങ്കിൽ അയാളുടെ സംഭാവന വാങ്ങിക്കൊണ്ടായിരിക്കും ഞാൻ എന്റെ വീട് പണി പൂർത്തിയാക്കിയിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ അയാളുടെ സഹായം പ്രതീക്ഷിച്ചാണ് ഞാൻ എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് അയാൾ അനീതി കാണിച്ചാൽ, ആ സമ്പന്നനായ എന്റെ കുടുംബക്കാരൻ അനീതിയുടെ പക്ഷത്ത് നിന്നാൽ അതിനെ ഞാൻ എങ്ങനെ എതിർക്കും എന്നൊരാൾ ചിന്തിക്കരുത്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. കാരണം അവിടെ അള്ളാഹുവിനാണ് മുൻഗണന കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ സാക്ഷിത്വത്തിനാണ്, ആ ഷഹാദത്തിനാണ് അവർ പരിഗണന നൽകേണ്ടത് എന്ന് അള്ളാഹു ആ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഔ ഫഖീറൻ, ചിലപ്പോ അയാൾ ദരിദ്രനായിരിക്കാം, ആ കുടുംബക്കാരൻ ദരിദ്രനായിരിക്കാം. അയാൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ദരിദ്രനായത് കൊണ്ടല്ലേ നീ എന്നോട് ഈ അർത്ഥത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള നിലപാടുകൾ അവർ പറഞ്ഞേക്കാം, ആ അർത്ഥത്തിലുള്ള ഇരവാദം അവർ ഉന്നയിച്ചേക്കാം. അതും നമുക്ക് തടസ്സമായിട്ട് മാറരുത്. എവിടെയും നമ്മൾ പരിഗണിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അവരെക്കാളെല്ലാം അള്ളാഹുവാണ് നിങ്ങൾക്ക് വലുത്. അതുകൊണ്ട് നിങ്ങളുടെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ അതിലിൽ നിന്ന്, പടച്ചവൻ നിശ്ചയിച്ച ആ സന്തുലിത പാതയിൽ നിന്ന്, ആ നീതിയുടെ പാതയിൽ നിന്ന്, ആ ധാർമ്മികതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത് എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. നമുക്കറിയാം, കുടുംബത്തോടുള്ള, കുടുംബക്കാരോടുള്ള കടമകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അള്ളാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക, അതുപോലെ തന്നെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി അധ്യാപനങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീം. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആള് കുടുംബബന്ധത്തെ ചേർക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിലനിൽക്കുന്നതോടുകൂടി തന്നെ ആ അർത്ഥത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ സാഹോദര്യ ബന്ധമോ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് നമുക്ക് തടസ്സമായിട്ട് മാറരുത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് നമുക്കൊരിക്കലും തടസ്സമായിട്ട് മാറരുത് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉൻസുർ അഖാക ളാലിമൻ വദ്ലുമ. നിന്റെ സഹോദരൻ ആക്രമിക്കപ്പെടുമ്പോഴും അനീതിക്കിരയാകുമ്പോഴും മാത്രമല്ല അവനെ നീ സഹായിക്കേണ്ടത്, അതിനു മുമ്പ് ഉൻസുർ അഖാക ളാലിമ. അവൻ അക്രമിയായിരിക്കെ തന്നെ, അവൻ അനീതിയുടെ വക്താവായിരിക്കെ തന്നെ നീ അവനെ സഹായിക്കുക. ഇത് കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് സഹാബാക്കൾ ചോദിച്ചു, അതെങ്ങനെയാണ് എന്റെ സഹോദരൻ അക്രമിയായിരിക്കെ, അനീതിയുടെ വക്താവായിരിക്കെ ഞാൻ എങ്ങനെയാണ് ളാലിമായിരിക്കെ അവനെ സഹായിക്കുക? മദ്ലൂമായിരിക്കുമ്പോൾ സഹായിക്കുന്നത് ശരിയാണ്, അവൻ ആക്രമിക്കപ്പെടുമ്പോൾ അവനെ സഹായിക്കണം, അവൻ അക്രമത്തിന് ഇരയാകുമ്പോൾ അവനെ സഹായിക്കണം, അവൻ അവകാശ
അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ അവന് വേണ്ടി നിലകൊള്ളണം. പക്ഷെ അവൻ സ്വയം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നവനായിട്ട് മാറുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനെ സഹായിക്കേണ്ടത് എന്ന് സഹാബാക്കൾ റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അവന്റെ കൈ കയറി പിടിക്കുക, അവൻ ആ തിന്മയിൽ നിന്ന് തടയുക, ആ അനീതി ചെയ്യുന്നതിൽ നിന്ന് നിന്റെ സഹോദരനെ തടയുക എന്നുള്ളതാണ് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു നൽകാണ്. യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി നിലപാടെടുക്കാതെ അനീതിക്കെതിരിൽ പോരാടാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു ദീനി സങ്കല്പം നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ദീനിനെ പ്രചരിപ്പിക്കാൻ, അത് പരിചയപ്പെടുത്താൻ, അതിന്റെ ഭാരവാഹിത്വവുമായി പറഞ്ഞയച്ച പ്രവാചകന്മാരെ അല്ലാഹു വിശേഷിപ്പിച്ചത് അല്ലദീന യഅ്മുറൂന അന്നാസ ബിൽ ഖിസ്ത്, അവർ നീതി കൽപ്പിക്കുന്നവരാണ് എന്നാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, പ്രവാചകരെ താങ്കൾ കൽപ്പിക്കുക, താങ്കൾ പ്രഖ്യാപിക്കുക, അമറ റബ്ബി ബിൽ ഖിസ്ത്, എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത് നീതിപൂർവം വർത്തിക്കാനാണ്, നീതിപൂർവ്വം നിലപാടുകൾ സ്വീകരിക്കാനാണ് എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ കൽപ്പിക്കുക, അത് പ്രഖ്യാപിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ് സൂറത്തുൽ അറാഫിലൂടെ. പ്രവാചകന്മാരുടെ ദൗത്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ സൂറത്തുൽ ഹദീദിൽ അവരുടെ ദൗത്യത്തെ സംബന്ധിച്ച്, അവരുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് വളരെ വിശദമായി അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയും ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ടാണ് നാം നമ്മുടെ ദൂതന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്, പറഞ്ഞയച്ചിട്ടുള്ളത്. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, വഅൻസൽനാ മഅഹും, അതോടൊപ്പം നാം അവർക്ക് ഇറക്കിക്കൊടുത്തു, അവതരിപ്പിച്ചു അൽ കിതാബ, വേദഗ്രന്ഥം. വേദഗ്രന്ഥം മാത്രമല്ല അവതരിപ്പിച്ചത്, വൽ മീസാൻ, ആ വേദഗ്രന്ഥത്തോടൊപ്പം ഒരു തുലാസ്, ഒരു ത്രാസ് നാം അവർക്ക് അവതരിപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്തിനാണത്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, അവരുടെ ദൗത്യത്തിലൂടെ ജനങ്ങളിൽ നീതി നടപ്പിലാക്കാനാണ്. അതിലൂടെ ജനങ്ങൾ നീതി നടപ്പിലാക്കുന്ന ആളുകളായിട്ട് മാറാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിനെയും വേദഗ്രന്ഥത്തിന്റെ കൂടെ തന്നെ അവതരിപ്പിച്ചതായി നമുക്ക് പരിചയപ്പെടുത്തി തരും. നമുക്കറിയാം മീസാൻ എന്നുള്ളത്, ത്രാസ് എന്നുള്ളത്, അത് നീതിയുടെയും സന്തുലിതത്വത്തിന്റെയും എല്ലാം ഒരു പ്രതീകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അർത്ഥത്തിൽ ഒരു സന്തുലിതാവസ്ഥയിലാണ്. ഈ ലോക ഏറ്റവും വലിയ സന്തുലിതത്വമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം, തൗഹീദ് എന്നുള്ളത്. ഏറ്റവും വലിയ ദുൽമാണ്, ഏറ്റവും വലിയ അനീതിയാണ് ശിർക്ക് എന്നുള്ളത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, അദല് എന്ന നീതി എന്ന പദത്തിന്റെ വിപരീത പദമാണ് ദുൽമ്. അതാണ് അള്ളാഹുവിടെ ശിർക്കിനെ പറ്റി പറയുമ്പോൾ ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമമാണ്, അനീതിയാണ് യഥാർത്ഥത്തിൽ ശിർക്ക്. ആ അർത്ഥത്തിൽ അധർമ്മത്തിലും അനീതിയിലും അധിഷ്ഠിതമായിട്ടുള്ളതെല്ലാം ഈ ലോകത്ത് നിലനിൽക്കാത്തതാണ്. അത് ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഈ ലോകത്ത് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കും. അതിന് ഈ ലോകത്ത് നിലനിൽക്കാനുള്ള അർഹതയില്ല. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം അങ്ങേയറ്റം കഠിനമായിട്ട് മാറാനുള്ള കാരണം, അവർ അവഹേളിക്കപ്പെടാനുണ്ടായിരുന്ന കാരണം, അവരോട് നിസ്സഹകരണം പ്രഖ്യാപിക്കപ്പെടാനുണ്ടായിരുന്ന കാരണം, അവർ നീതിയുടെ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്നതാണ്. കാനു യഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന അന്നാസ ബിൽ ഖിസ്ത്, പ്രവാചകന്മാരോട് അങ്ങേയറ്റത്തെ ക്രൂരത കാണിച്ച, അങ്ങേയറ്റത്തെ അതിക്രമം കാണിച്ച ബനൂ ഇസ്രായേല്യരുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, അവർ പ്രവാചകന്മാരെ അന്യായമായി കൊന്നുതള്ളിയവരാണ്, അതോടൊപ്പം നീതിക്ക് വേണ്ടി കൽപ്പിക്കുന്ന ആളുകളെ കൊന്നുതള്ളിയവരാണ്. അധാർമികതയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം നിലയിൽ വന്നാൽ അവരേറ്റവും ഭയക്കുക നീതിക്ക് വേണ്ടിയും സന്തുലിതത്വത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും മനുഷ്യത്വത്തിന് വേണ്ടിയും വാദിക്കുന്ന ആളുകളെയാണ്. അവരെ അരിഞ്ഞു തള്ളാനും അവരെ നിഷ്കാസനം ചെയ്യാനുമാണ് അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ഈ ദൗത്യത്തെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം, പ്രവാചകന്മാരുടെ ഈ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു പറയാണ് അതേ ആയത്തിൽ വഅൻസൽനൽ ഹദീദ്, നാം ലോഹം ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. ഫീഹി ബഅ്സുൻ ശദീദും, അങ്ങേറ്റം പ്രഹരശേഷിയുള്ള ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന ആ ലോഹങ്ങൾ ഈ ലോകത്തേക്ക് നാം ഇറക്കിയിരിക്കുകയാണ്, നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നീതി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ അള്ളാഹു നമുക്ക് നൽകിയ ആയുധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എന്നതിന് നമുക്ക് തഫ്സീറിൽ വിശദീകരണം കാണാൻ കഴിയും. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് ആയുധങ്ങൾ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ പ്രഥമമായ ഉദ്ദേശം എന്നുള്ളത് ഇവിടെ നീതി നടപ്പിലാക്കുക എന്നതാണ്. അഥവാ നീതി നടപ്പിലാക്കാൻ ആയുധമെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ആയുധമെടുക്കണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ യുദ്ധം പോലും വിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അവിശ്വാസികളോട് പോലും നിങ്ങൾ നീതി കാണിക്കണമെന്നതാണ് ഖുർആനിന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിദ്വേഷമുണ്ട് എന്ന് കരുതി, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് അനിഷ്ടമുണ്ടെന്ന് കരുതി, ഒരു സമുദായത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി അത് നിങ്ങൾ അവരോട് അനീതി കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയി എടുക്കരുത് എന്ന് അല്ലാഹു പറയാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ആ വിദ്വേഷത്തിന്റെ പേരിൽ, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കരുത്. ഇഅ്ദിലു, മറിച്ച് നിങ്ങൾ അവരോട് നീതി പുലർത്തുക. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് ഏറ്റവും തഖ്വയോട് ഏറ്റവും അടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു പറയാണ്. അതാണ് തഖ്വയുള്ള മുത്തഖീകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കേണ്ട നിലപാട്. സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ നമ്മൾ ആദരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. പടച്ചവന്റെ ചില ചിഹ്നങ്ങളെ സംബന്ധിച്ച് അതിനെ നിങ്ങൾ അനാദരിക്കരുത്, അതിനെ നിങ്ങൾ ബഹുമാനിക്കണം, അതിനെ നിങ്ങൾ ആദരിക്കണം. വല ഷഹറൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ്, അതിൽപ്പെട്ടതാണ് പുണ്യമാക്കപ്പെട്ട മാസങ്ങൾ. ആർത്ഥത്തിൽ അള്ളാഹു വിശുദ്ധമായി പ്രഖ്യാപിച്ച വിശുദ്ധ ഹറം, ആ വിശുദ്ധ ഹറമിലേക്ക് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടകർ, ആ വിശുദ്ധ ഹറമിലേക്ക് നേർച്ചയാക്കപ്പെട്ട ബലിമൃഗങ്ങൾ, അതൊക്കെയും അള്ളാഹു ആദരിച്ച വസ്തുക്കളാണ്. അതിനെ നിങ്ങൾ അനാദരിക്കരുത് എന്ന് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ തൊട്ട് ഉടനെ ആ അനാദരവ് കാണിച്ച, ആ ഒരു പാതകം ചെയ്ത ചില ആളുകളെ പറ്റി പറയുന്നുണ്ട്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു. അല്ലാഹു നിരോധിച്ച ഈ വലിയൊരു പാപകർമ്മം ഒരു വിഭാഗം ചെയ്തു കഴിഞ്ഞാൽ അവരാർത്ഥത്തിൽ ഞങ്ങളെ അല്ലാഹുവിന്റെ ഹറമിൽ നിന്ന് തടഞ്ഞല്ലോ എന്ന ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ അവരോട് അനീതി ചെയ്യരുത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു. നിങ്ങൾ അവരോട് ശത്രുത പുലർത്തരുത്, അതല്ലെങ്കിൽ അവരോട് നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അവരോട് നിങ്ങൾ അധാർമികമായി നീതികേട് കാണിക്കരുത്. അവർ ശരിയാണ്, അവർ വലിയ പാതകം ചെയ്തിട്ടുണ്ട്, അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞിട്ടുണ്ട് എന്ന് കരുതി അവരോട് അതിക്രമം കാണിക്കാൻ, അവരോട് അനീതിയോടുകൂടി വർത്തിക്കാൻ അതൊരു അവസരമായി, അതൊരു അനുവാദമായി നിങ്ങൾ കണക്കാക്കരുത്. മറിച്ച് വതആവനു അലൽ ബിർരി വത്തഖ്വ, ആ വലിയ മഹാപാതകം ചെയ്ത ആളുകളോടാണെങ്കിൽ പോലും തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ അവരോട് നിങ്ങൾ സഹകരിക്കാൻ മടിക്കരുത് എന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. തആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വയിലും നന്മയിലും അവരോട് നിങ്ങൾ സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപകർമ്മത്തിലും അല്ലാഹുവിനോടുള്ള ശത്രുതയിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരോട് സഹകരിക്കരുത്. എന്നാൽ നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ അവരോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. അതിന്റെ ഒരു മറുവായന എന്നത് നീതിയുടെ പക്ഷത്ത് ശത്രുപക്ഷമാണെങ്കിൽ പോലും ആ വിഷയത്തിൽ നമ്മൾ അവരോട് പക്ഷം ചേർന്ന് നിൽക്കണം എന്നതാണ് ആ വിശുദ്ധ ഖുർആൻ ആയത്തിന്റെ ഒരു മറുവായന എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രമാത്രം നീതിയെ സംബന്ധിച്ച് അധ്യാപനങ്ങൾ ലഭിച്ച ഒരു സമൂഹം, ഇത്രമാത്രം നീതിപൂർവം നിലപാടുകൾ സ്വീകരിക്കാനുള്ള കൽപ്പനകൾ ലഭിച്ച ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് ഈ ഒരു നീതിബോധം എവിടെയാണുള്ളത്? നമ്മുടെ സ്വന്തം സമൂഹം പോലും, സ്വന്തം സമൂഹത്തിൽപ്പെട്ട ആളുകൾ പോലും അങ്ങേയറ്റത്തെ അനീതിക്ക് ഇരയാകുമ്പോൾ ഈ നീതിബോധം നമുക്ക് എവിടെയാണുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ പിന്തുടർന്ന ഒരു വാർത്തയാണ് മജ്ലിൽ എന്ന് പറയുന്ന ഒരു ചെറു കപ്പലിൽ പുറപ്പെട്ട ചില മനുഷ്യാവകാശ പ്രവർത്തകർ, ചില സാമൂഹിക പ്രവർത്തകർ. അവര് ഉപരോധത്തിലേർപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി, ഉപരോധത്തിലേർപ്പെട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി അവരാൽ കഴിയുന്ന ചില കാര്യങ്ങൾ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്യാണ്. അവർ അവിശ്വാസികളാണ്, വിശ്വാസികളായ ആളുകളല്ല. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, വിശ്വാസമില്ലാത്ത ഒരു വിഭാഗം ആളുകൾക്ക്, അവർക്ക് പോലും മനുഷ്യത്വത്തിന്റെ പേരിൽ ഇത്രമാത്രം വലിയ അവരുടെ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട്, അവരുടെ സാമൂഹിക സുരക്ഷിതത്വം അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട്, അവരുടെ കരിയർ അപകടത്തിലാകും എന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇത്രമാത്രം വലിയ റിസ്ക് ജീവിതത്തിൽ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം തന്നെ ഇത്തരം അധ്യാപനങ്ങൾ ലഭിച്ച് നമ്മൾ എത്രമാത്രം ഈ വിഷയത്തിൽ മുന്നേറേണ്ടവരാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ അധ്യാപനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടി എത്ര ശക്തമായ നിലപാടെടുക്കേണ്ടവരാണ് നമ്മൾ ആലോചിക്കുക. ആ അർത്ഥത്തിൽ നമുക്ക് ഇത്തരം ആളുകളിൽ മാതൃകയുണ്ട്. നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരെന്ന നിലക്ക് ഇത്തരം ആളുകളെ അവിശ്വാസികളാണെങ്കിൽ പോലും അവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ അംഗീകരിച്ചാൽ നമുക്ക് മതിയാവുകയുള്ളൂ. അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ മാതൃക തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായ ചില ആളുകൾ, വിശ്വാസമില്ലായിരുന്നിട്ട് പോലും അവരുടെ ജീവിത മൂല്യം,
അവർ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ, ആ അർത്ഥത്തിലുള്ള നന്മകൾ അവർ ഉയർത്തി കാട്ടിയതിന്റെ പേരിൽ അള്ളാഹു അവരെ പുകഴ്ത്തിയതായിട്ടും അംഗീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ചില വേദക്കാരെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരി യുഅദ്ദിഹി ഇലൈക്. വേദക്കാരിൽപ്പെട്ട അവിശ്വാസികളായ ചില ആളുകളുണ്ട്, ഒരു സ്വർണ്ണ കൂമ്പാരമാണ് താങ്കൾ അവരെ, റസൂലിനോട് പറയാണ്, താങ്കൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചതെങ്കിലും അവരെ താങ്കൾക്ക് വിശ്വസിക്കാം. അവർ യുഅദ്ദിഹി ഇലൈക്, അത് പൂർണ്ണമായിട്ടും ഒന്നൊഴിയാതെ അത് താങ്കൾക്ക് അവർ തിരികെ നൽകുന്നതാണ്. ആ അർത്ഥത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക്. എന്നാൽ അതേ വിഭാഗത്തിൽ തന്നെ ഒരു ദീനാർ പോലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കൊള്ളാത്ത ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നതുകൊണ്ട് അവരുടെ നന്മയെ നമ്മൾ കാണാതിരിക്കരുത്. ഒരു കൂമ്പാരം സ്വർണം കൊടുത്താലും അത് തിരികെ നൽകുന്ന, ആ അർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു വിഭാഗം അവരിലുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മാതൃക, അധ്യാപനം. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വലതജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനുൽ ലദീന ഖാലു ഇന്നാ നസാറ. അല്ലാഹു പറയാണ്, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം ശത്രുത പുലർത്തുന്ന ആളുകളാണ് യഹൂദരും ബഹുദൈവ ആരാധകരും. എന്നാൽ മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം വെച്ച് പുലർത്തുന്ന, അടുപ്പം വെച്ച് പുലർത്തുന്ന, മവദ്ദത്ത് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അല്ലദീന ഖാലു ഇന്നാ നസാറ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ. അവർ വിശ്വാസികളോട് അങ്ങേയറ്റം സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ്. അവരുടെ ആ ഗുണത്തെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയാണ്. അതിന്റെ കാരണം കൂടി ഖുർആൻ പറയാണ്, ദാലിക ബിഅന്ന മിൻഹും ഖിസ്സീസീന വറഹ്ബാനൻ വഅന്നഹും ലാ യസ്തക്ബിറൂൻ. അത് അവരിൽ പുരോഹിതന്മാരുള്ളത് കൊണ്ടാണ്, അവരിൽ ഭൗതിക ജീവിതത്തോട് വിരക്തിയുള്ള ആളുകൾ അവരിൽ ഉള്ളത് കൊണ്ടാണ്. അന്നഹും ലാ യസ്തക്ബിറൂൻ, അവരിൽ അഹങ്കരിക്കാത്ത, അഹങ്കാരമില്ലാത്ത ആളുകൾ അവരിൽ ഉള്ളത് കൊണ്ടാണ് അവർക്കത് സാധ്യമാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാണ്. വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അഅയുനഹും തഫീദു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. ചില വേദക്കാരെ പറ്റി അല്ലാഹു പറയാണ്, അവർ വിശുദ്ധ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അവർ ആ സമയത്ത് വിശ്വാസികളായിരിക്കുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അവരുടെ നിഷ്കളങ്കതയുടെ പേരിൽ തറാ അഅയുനഹും തഫീദു മിനൽ ദംഇ, ഖുർആൻ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ, ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായിട്ട് താങ്കൾക്ക് കാണാൻ കഴിയും. ഈ നന്മയെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുകയാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലുടനീളം ഇതിനുള്ള മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഹിജ്റയുടെ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹിജ്റ ചെയ്യുന്ന സമയത്ത് അവർ വഴികാട്ടിയായി സ്വീകരിക്കുന്ന ഒരു അവിശ്വാസിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു അവിശ്വാസിയാണ് അവർ വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ മൂല്യത്തെ പരിഗണിച്ചുകൊണ്ട്, അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ പരിഗണിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിശ്വാസിയായിരുന്നിട്ട് കൂടി 100 ഒട്ടകങ്ങൾ റസൂലിന്റെ തല നൽകിയാൽ ഞങ്ങൾ നൽകാമെന്ന പാരദോഷികം നിലനിൽക്കെ തന്നെ ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ദൗത്യം ഏൽപ്പിക്കാണ്. 3 ദിവസം സൗർ ഗുഹയിൽ രഹസ്യമായി തങ്ങിയതിനു ശേഷം അവിടെ നിന്ന് മദീനയിലേക്ക് അവരെ എത്തിക്കുന്നത് ഒരാൾക്കും മനസ്സിലാകാൻ കഴിയാത്ത വളരെ രഹസ്യമായ പാതകളിലൂടെ മദീനയിലേക്ക് അവരെ വിജയകരമായി എത്തിച്ചത് യഥാർത്ഥത്തിൽ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു അവിശ്വാസിയായിരുന്നു. ഉത്ബത്ത് ബിൻ റബീഅയെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ ഈ അർത്ഥത്തിലൊരു മാതൃകയായിട്ട് നമുക്ക് ഉത്ബത്ത് ബിൻ റബീഅയെ കാണാൻ കഴിയും. ഉത്ബത്ത് ബിൻ റബീഅ അവിശ്വാസികളുടെ വലിയ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം സംഘട്ടനവും സംഘർഷവും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. ബദർ യുദ്ധവേളയിൽ, ബദർ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ അദ്ദേഹത്തിന് കഴിയാവുന്നിടത്തോളം ആ ബദർ യുദ്ധത്തിൽ നിന്ന് ശത്രുക്കളെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന് ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് പറഞ്ഞു, യാ ഖൗം അത്തിഊനിൽ യൗം, എന്റെ സമൂഹമേ നിങ്ങൾ എന്നെ ഒന്ന് അനുസരിക്കുക. അദ്ദേഹം ഖുറൈശികളോട് പറയാണ്, അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല. യാ ഖൗം ഇസ്മഉ മിന്നി, നിങ്ങൾ ഒന്ന് എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? നിങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെയാണ് നിങ്ങൾ വകവരുത്തുന്നത്, നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളുടെ മക്കളെയാണ് നിങ്ങൾ വകവരുത്തുന്നത്, നിങ്ങളുടെ കുടുംബത്തിനെതിരെയാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ യുദ്ധം നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിനെതിരെ അതിനുള്ളിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് അവിടെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉത്ബത്ത് ബിൻ റബീഅ ദൂരെ നിന്ന് ഖുറൈശികളോട്, അവിശ്വാസികളോട് ഇങ്ങനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ദൂരെ നിന്ന് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട്, റസൂൽ അദ്ദേഹം പറയുന്നൊന്നും കേൾക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സഹാബാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി,
ഇൻ യകുൻ ഫിൽ ഖൗമി ഖൈറുൻ, ആ സമൂഹത്തിൽ വല്ല നന്മയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഫഇൻദ സാഹിബിൽ ജമലിൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകക്കാരനിൽ മാത്രമാണ് ഈ നന്മ അവശേഷിക്കുന്നത്. ചുവന്ന ഒട്ടകക്കാരൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഉത്ബത്ത് ബിൻ റബീഅ ആയിരുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു ഇൻ യുത്തിഉഹു യുർഷദു, ആ ഖുറൈശികൾ, ആ ശത്രുക്കൾ അദ്ദേഹത്തെ അനുസരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവർ രക്ഷപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. റസൂൽ ഒരിക്കലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്ത് തന്നെ പറയുകയാണെങ്കിലും വളരെ യുക്തിപരമായ, വളരെ മാനുഷികമായ, മനുഷ്യത്വപൂർണമായ നിലപാടുകൾ മാത്രമേ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. റസൂൽ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത്. അവിശ്വാസിയായിരുന്നിട്ട് കൂടി, ശത്രുപക്ഷത്ത് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാവുന്ന ഒരാളായിരുന്നിട്ട് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാണ്. മറ്റൊരു നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് മുത്തൈബ് ബിൻ അദി എന്ന വലിയൊരു വ്യക്തി. അബൂ താലിബിന് ശേഷം ശത്രുപക്ഷത്ത് നിന്ന് മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത ഒരാളായിരുന്നു മുത്തൈബ്. ശഅബ് അബി താലിബിൽ മുഅ്മിനീങ്ങളെ ഉപരോധിച്ചപ്പോ, 3 വർഷക്കാലം ഉപരോധിച്ചപ്പോ, വളരെ രഹസ്യമായി രാത്രി സമയങ്ങളിൽ ഭക്ഷണ സാമഗ്രികളുമായി ഒട്ടകത്തെ അവരിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു മുത്തൈബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരും സംരക്ഷണം നൽകിയില്ല. അവിടെ സംരക്ഷണം ഏറ്റെടുത്തത് മുത്തൈബായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം സംരക്ഷണം പ്രഖ്യാപിച്ചു. അങ്ങനെ ബദർ യുദ്ധവേളയിൽ, ബദർ യുദ്ധത്തിന് ശേഷം, ബദർ യുദ്ധം നടക്കുന്നതിന് മുന്നേ തന്നെ മുത്തൈബ് മരണപ്പെട്ടു. ബദർ യുദ്ധത്തിന് ശേഷം ഖുറൈശികളിലെ വളരെ പ്രമുഖരായ പല ആളുകളും വിശ്വാസികളും മുസ്ലിം സൈന്യത്തിന്റെ പിടിയിലകപ്പെട്ടു. ആ സമയത്ത് അവിശ്വാസികളിലേക്ക് നോക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു പ്രഖ്യാപനമുണ്ട്. ലൗ കാനൽ മുത്തൈബ് ബിൻ അദി ഹയ്യൻ, മുത്തൈബ് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ സുമ്മ കല്ലമനി ഫി ഹൗലൈ, ഈ അവിശ്വാസികളായ ഈ ബന്ദികളുടെ വിഷയത്തിൽ ആ മുത്തൈബ് എന്നോട് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ലതറക്തുഹും ലഹു, അവരെ മുഴുവൻ ഞാൻ ഒന്നും വാങ്ങിക്കാതെ അവരെ മോചിപ്പിക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ബഹുദൈവാരാധനയിൽ ജീവിക്കുകയും അതേ ബഹുദൈവാരാധകനായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത ഒരു മുത്തൈബ്, ആ മുത്തൈബിന്റെ ആ സൽസ്വഭാവത്തെ, അദ്ദേഹത്തിന്റെ ആ നന്മയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നീതിബോധം എന്നുള്ളത്. അത് ഏത് വിശ്വാസികളാകട്ടെ, ഏത് സമൂഹമാകട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന മാതൃക എന്നുള്ളത്. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മുത്തൈബുമാരുണ്ട്. ആ മുത്തൈബുമാരെ കാണാൻ നമ്മൾക്ക് കഴിയണം, അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഉത്തുബമാരുണ്ട്. ആ ഉത്തുബമാരെ നമുക്ക് കാണാനും അംഗീകരിക്കാനും അവരെ പിന്താങ്ങാനും അവരെ പിന്തുണക്കാനും നമുക്ക് സാധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. മറ്റുള്ളവർ ചെയ്യാത്ത, മറ്റുള്ളവർ പൂർത്തീകരിക്കാത്ത അവരുടെ ഉത്തരവാദിത്തത്തിലേക്ക് ചൂണ്ടി സമയം കളയുന്നതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? അള്ളാഹു നമുക്ക് നൽകിയ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് നൽകിയ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നമുക്ക് നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീതിക്ക് വേണ്ടി നമ്മൾ എന്ത് നിലപാടെടുത്തു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനം. അതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രതലവന്മാർ എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിൽ സമയം കളയുന്നതിന് പകരം, അങ്ങനെ സമ്പത്ത് മുഴുവൻ കളയുന്നതിന് പകരം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്ത് നിലപാടെടുത്തു. കാരണം ലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങളോടല്ല അള്ളാഹു ചോദിക്കുക, അത് അവരോട് ചോദിക്കും. എന്നാൽ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിച്ചിട്ടില്ല എന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു നിങ്ങളോട് ചോദിക്കുക. ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംനാ വലാ നുസ്അലു അമ്മാ തഅമലൂൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം, ലാ തുസ്അലൂന അമ്മാ അജ്റംനാ, വലിയൊരു തത്വമാണത്. ഞങ്ങൾ ചെയ്യുന്ന തിന്മകളെ സംബന്ധിച്ച് നിങ്ങളോട് അള്ളാഹു ചോദിക്കുകയില്ല. വലാ നുസ്അലു അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി നമ്മോടും ചോദിക്കുകയില്ല. ഓരോരുത്തരെയും അള്ളാഹു വ്യക്തി വിചാരണക്ക് വിധേയമാക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ആലോചനയാണ് നമുക്ക് വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ തെറ്റുകൾ തിരുത്താനും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഖവ്വാമീന ബിൽ ഖിസ്തുകളാക്കി നാം ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.